ഡൽഹി മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ കേജ്രിവാളിന് 5ാമത്തെ സമൻസാണ് ഇ ഡി കൊടുക്കുന്നത്. അവസാനം ഇ ഡി നിശ്ചയിക്കുന്നു, കോടതിയിലേക്ക് പോകുന്നു. സമൻസ് ഇദ്ദേഹം കംപ്ലീറ്റായിട്ട് ഇഗ്നോർ ചെയ്യുന്നു, വരുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കേജ്രിവാൾ ഇ ഡിയുടെ മുമ്പിൽ അല്ലെങ്കിൽ CBIയുടെ മുമ്പിൽ വീണ്ടും പോകാത്തത്? ഇത് ചോദ്യമാണ്. എന്തുകൊണ്ട് പോകുന്നില്ല? വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറയാം. കാരണം ഈ കേസുകൾ നോക്കി മറ്റു പലരോടും ചോദിച്ചപ്പോൾ ഇതിനകത്ത് കേജ്രിവാളിന് അറിയാവുന്നൊരു വലിയ വസ്തുതയുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും, അയാൾ തെറ്റുകാരനല്ല, അതല്ല, ഇതല്ല, മാടയാണ്, പൊളിറ്റിക്കൽ വെൻഡറ്റയാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതും കൂടെ അറിഞ്ഞു. നിങ്ങൾക്കറിയാം, ഡൽഹി ലിക്കറിൻ്റെ പോളിസി ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ സ്കാം. മനീഷ് സിസോഡിയ, അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, കഴിഞ്ഞ 11 മാസം, ഒരു വർഷമായിട്ട് തിഹാർ ജയിലിലാണ്. ഒരു പ്രാവശ്യം എങ്ങാണ്ട് ഒരു ദിവസം 2 ദിവസം അയാളുടെ ഭാര്യയെ കാണാൻ വേണ്ടി സുപ്രീം കോടതി അനുവാദം കൊടുത്തു. മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, പ്രധാനപ്പെട്ട പോയിന്റ്, സുപ്രീം കോടതിയും ഡൽഹി ഹൈക്കോടതിയും മറ്റുള്ള ജഡ്ജിമാരും ഉൾപ്പെടെ, അതായത് ഇത് പോകുന്ന പല ട്രയൽ കോർട്ടുണ്ട്, ഏകദേശം 14 ജഡ്ജിമാരുടെ കയ്യിൽ കൂടിയാണ് ഈ കേസ് പോയത്. 14ഓളം ജഡ്ജിമാർ. ഈ 14ഓളം ജഡ്ജിമാരുടെ മുമ്പിൽ അപ്പിയർ ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോയേഴ്സാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലോയേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ലോയേഴ്സ് ഈ പറയുന്ന ജഡ്ജിമാരോടും, ഇപ്പോൾ 1-2 പേരുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ 14 പേരും ഇതേപോലെ BJP പറയുന്നത് കേൾക്കുന്നതാണ്, ഇത്ര സീനിയർ ആയിട്ടുള്ള ജഡ്ജിമാർ. അതുകൊണ്ട് ഇവരുടെയൊക്കെ പേഴ്സണാലിറ്റി നോക്കുകയാണെങ്കിൽ യാതൊരു കളങ്കവും ഇല്ലാത്തവരാണ് പല സീനിയർ ജഡ്ജിമാർ. ഇവരെന്ത് ഇതൊക്കെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഇവർക്ക് മനീഷ് സിസോഡിയയ്ക്ക് ബെയിൽ കൊടുക്കാൻ? എൻ്റെ ചോദ്യമാണ്. ആ കാര്യത്തിൽ മനസ്സിലായിക്കോണം, ഈ കേസിനകത്ത് ശക്തമായ തെളിവാണുള്ളത്. അതിൻ്റെ പേരിൽ ഈ പറയുന്ന കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യും. കാരണം ആദ്യം പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഗോവ ഇലക്ഷനുമായിട്ടും പഞ്ചാബ് ഇലക്ഷനുമായിട്ടും ബന്ധപ്പെട്ട് ഡൽഹി ലിക്വർ അതുമായിട്ട് ബന്ധപ്പെട്ട് 4 പേരാണ് കോടതിയിൽ അപ്രൂവർ അയക്കുന്നത്. ബിസിനസ്സുകാരുൾപ്പെടെ, ഇതിൻ്റെ ടെൻഡർ കിട്ടിയവരുൾപ്പെടെ 4 പേരാണ്. അതായത് കേജ്രിവാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നവരും മീഡിയേറ്റേഴ്സും ഉൾപ്പെടെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ പണം കൈമാറിയ പല ബ്രോക്കർ, ഈ ഹവാല ഡീലേഴ്സ് ഉണ്ട്, ഇത് ഗോവയിൽ കൊണ്ടുപോയതും പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നതും ഒക്കെ. അപ്പം അവരുമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ ഈ മണി ട്രേസ് ചെയ്തു. അതായത് ഈ പണം അത് ട്രേസ് ചെയ്തു. ട്രേസ് ചെയ്തപ്പോൾ ഇതിൻ്റെ അടുത്ത് പോയിട്ട് അതിൽ ഇത്ര കോടി രൂപ പിടിച്ചെടുത്തു. ഇവിടെയാണ് കേജ്രിവാൾ പെട്ടുപോയത്, മനീഷ് സിസോഡിയ പെട്ടുപോയത്. അതായത് നമ്മൾ കറപ്ഷൻ നടത്തിയെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ പണം കൈമാറിയ കറപ്ഷൻ, ആ പണം പിടിച്ചെടുത്തു. അത് കൊടുത്തവൻ പറഞ്ഞു, അത് എങ്ങനെ ആരുടെ കയ്യിലാണ് പണം ട്രാൻസ്ഫർ ചെയ്തത് അവർ പറഞ്ഞു. എവിടുന്നാണ് ഈ പണം ജനറേറ്റ് ചെയ്തത്? അതായത് ആന്ധ്രയിലുള്ള ഹൈദരാബാദിലുള്ള ബിസിനസ്സുകാരൻ, അയാൾ പറയുന്നു. അതായത് ഇപ്പം ചില മലയാളികൾക്ക് വലിയ കൺഫ്യൂസ്ഡ് ആയിരുന്നു, കേജ്രിവാൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനല്ല, ഇതിനകത്ത് അഴിമതി നടന്നു. അതിൽ കേജ്രിവാളിൻ്റെ പൂർണ്ണമായ പിന്തുണയോട് കൂടിയാണ് ഈ പോളിസിയുമായിട്ടുള്ള ഡിസിഷനിൽ ആർക്കൊക്കെ ഇത് കൊടുക്കണം, ഈ ലിക്കറിൻ്റെ പോളിസി ടെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനമെടുത്തിട്ട് അത് മനീഷ് സിസോഡിയോട് പറയുന്നത്. അത് കേജ്രിവാളിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതായത് തെളിവ് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അത് ആം ആദ്മി പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും അവരുടെ ലീഗൽ എക്സ്പേർട്സിനും സീനിയറായിട്ടുള്ള ലീഗൽ എക്സ്പേർട്സിനും ഒക്കെ വളരെ കൃത്യമായിട്ട് അറിയാം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യും. ആലോചിക്കേണ്ട വസ്തുവാണ്, ഡൽഹിയിലെ ഒരു പഴയ ഹെൽത്ത് മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ അഴിമതി വളരെ മറ്റേ സത്യേന്ദർ ജെയിൻ, എന്തിനാ അയാളെ പിടിച്ചകത്തിട്ടേക്കുന്നത് ഇത്രയും നാളും? അതായത് കോടതി പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ്. വേറൊരു കാര്യം ചോദിക്കുക, എന്തുകൊണ്ടാണ് കേജ്രിവാൾ ആണെങ്കിലും മനീഷ് സിസോഡിയ ആണെങ്കിലും സത്യേന്ദർ ജെയിനും ഈ കോർട്ടിലെ കേസുകൾ കോഷ് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോകാതെ? കാരണം പോകാൻ പറ്റത്തില്ല.
എന്തിൻ്റെ ബേസിൽ പോവും? അവർക്ക് ബെയിൽ കൊടുക്കുന്നില്ല. ബെയിൽ കൊടുക്കാത്തതിൻ്റെ സോളിഡായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ റിയാലിറ്റി. അതിൻ്റെ അകത്ത് പല ഉദ്യോഗസ്ഥന്മാരും, ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പോലും ഈ പറയുന്ന കോടതിയിൽ പോയി മൊഴി കൊടുത്തു, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതുകൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത്. നിങ്ങൾ ഈ കേജ്രിവാളിനെ ഞാനും ഉദ്ദേശിച്ചത് വളരെ ക്ലീനാണ് സംഭവം. എന്തുകൊണ്ടാണ് കേജ്രിവാൾ ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? വളരെ സൈലൻ്റ് ആവുന്നല്ലോ. IRS ഓഫീസറാണ്, അഴിമതിക്കെതിരെ പടം വെട്ടിയാണ്, അവസാനം എവിടെ നിൽക്കുന്നു? കേജ്രിവാളിൻ്റെ പോക്ക് എവിടെ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയായി വരുമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് എവിടെ പോയി? ഇത് കേജ്രിവാൾ തന്നെ ഉണ്ടാക്കിയെടുത്ത കുരിശ് തന്നെയാണ്. ഈ പറഞ്ഞ പണം എടുത്ത് ഗോവ ഇലക്ഷന് കൊടുക്കുന്നു, കുറച്ചെടുത്ത് പഞ്ചാബ് ഇലക്ഷന് കൊടുക്കുന്നു. അതായത് ഞാനൊരു ഡൽഹിക്കാരനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. നേരത്തെയൊക്കെ ആം ആദ്മി പാർട്ടി തുടങ്ങിയ സമയത്തൊക്കെ ഇപ്പോൾ ഡൽഹിക്കാർ ഞാനും തന്നെ പണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാരും അതിന് ഫണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കേജ്രിവാളിൻ്റെ ഒരു അരാജകത്വ രീതിയിൽ മറ്റുള്ളവരെ എല്ലാം ഒതുക്കി. ഇപ്പം പ്രശാന്ത് ഭൂഷണെ ആണെങ്കിലും മറ്റുള്ള പല ലീഡേഴ്സിനെ ഒതുക്കി അയാൾ അതിൻ്റെ അകത്ത് സുപ്പീരിയർ ഡിക്റ്റേറ്റർ ആകാൻ ശ്രമിക്കുമ്പോൾ അതൊരു ജനാധിപത്യ പാർട്ടി അല്ലെന്നുള്ള തോന്നലുണ്ടായി പലർക്കും. അതിൻ്റെ പേരിൽ ആളുകൾ അതിന് പണം കൊടുക്കാതായി. ഈ പണം കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് പണം കിട്ടും? ഇതേപോലുള്ള പോളിസി ഡിസിഷനിലും കോൺട്രാക്റ്റിലും മറ്റുള്ളവരെ എന്തെങ്കിലും സ്വാധീനിച്ച് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് പണം കിട്ടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പണം കിട്ടിയ മാർഗമായിരുന്നു ഡൽഹിയുടെ ലിക്കർ പോളിസി. അതിൽ ചന്ദ്രശേഖർ റാവു, അതായത് പഴയ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകളുമായിട്ടും മരുമോനുമായിട്ടും കൂടെയുള്ള കച്ചവടക്കാരത്ത് മലയാളികളുണ്ട്, അവരുമായിട്ട് ഡീൽ ചെയ്താണ് ഈ പണം ഉണ്ടാക്കിയത്. ഇത് ഓരോന്നായിട്ട് കേജ്രിവാളിനോട് പലതും ചോദിച്ചപ്പോൾ പലതിനും ഉത്തരം കിട്ടിയില്ല. അപ്പം കേജ്രിവാള് CBI ആദ്യം അവർ സമൻ ചെയ്ത് വിളിച്ചു കഴിഞ്ഞപ്പം അയാൾ പുറത്ത് കഴിയുമ്പോൾ മുഖമെല്ലാം ഇതായിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. അയാൾ പേടിച്ചു പോയി. മനസ്സിലാക്കുക, അയാൾ ഒരു IRS ഓഫീസറാണ് കേജ്രിവാൾ. ഇതേപോലുള്ള പല കേസുകൾ നേരിട്ട് കണ്ടു ഇടപെട്ട ഒരാളാണ്. അയാൾക്കറിയാം ഇത് ഇങ്ങനെയുള്ള കേസുകൾ, ആൻറ്റി കറപ്ഷൻ കേസുകളും ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റും എവിടം വരെ പോകുന്ന വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് കേജ്രിവാൾ. മനീഷ് സിസോഡിക്കും അറിയാം. അതുകൊണ്ടാണ് അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ രീതിയിലും വിലങ്ങ് തടിയാണ്. അതുകൊണ്ടാണ് ബെയിൽ കൊടുക്കാത്തത്. അല്ല, ഇത്രയും ജഡ്ജിമാർ മാറിയിട്ട് ബെയിൽ കൊടുക്കായിരുന്നു. വേറെ അതേപോലെ സംഭവം ഞാൻ കേരളമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഇപ്പം നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് അബ്ദുൾ നാസർ മദനി ഏകദേശം 25-30 വർഷം കൊണ്ട് ജയിലിലായിരുന്നു. ഇപ്പോഴാണ് റിലീസായത്. എത്ര ജഡ്ജിമാരാണ് അബ്ദുൾ നാസർ മദനിയുടെ ബെയിലുമായിട്ട് ബന്ധപ്പെട്ട് പോയത്? 42 ജഡ്ജിമാർ ടോട്ടല്. കർണാടക ഹൈക്കോർട്ടും ഡൽഹി സുപ്രീം കോർട്ടും ഇവിടുത്തെ മറ്റുള്ള എല്ലാ കോർട്ടുമായിട്ടും. അതിനകത്ത് 9 പേര് മുസ്ലിങ്ങളായിരുന്നു. ഈ മുസ്ലിങ്ങൾ സീനിയർ അപ്പെക്സ് കോർട്ടിലെ ജഡ്ജിമാരുടെ കാര്യം, അവരൊക്കെ ഇത് നോക്കിയിട്ട് എന്താ അബ്ദുൾ നാസർ മദനിക്ക് ബെയിൽ കൊടുക്കാതിരുന്നത്? കാരണം കേസ് സ്ട്രോങ്, കേസിനകത്ത് തെളിവുണ്ട്. അതുകൊണ്ടാണ് അബ്ദുൾ നാസർ മദനിക്ക് ബെയിൽ കൊടുക്കാതിരുന്നത്. അതുപോലെ തന്നെയാണ് കേജ്രിവാളിനും അതേപോലെ മനീഷ് സിസോഡിയയ്ക്കും ഈ സത്യേന്ദർ ജെയിനും ബെയിൽ കൊടുക്കാത്തത്. ഇത് വളരെ സിമ്പിളാണ്. ഇത് വലുതായിട്ട് ആലോചിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ 1-2 ജഡ്ജിമാരുടെ കാര്യം സമ്മതിക്കാം. അത് ഇന്ത്യയുടെ ജുഡീഷ്യറി മുഴുവനും ഇങ്ങനായി കേജ്രിവാൾ ഈ പറയുമ്പോഴാണ് അബദ്ധം എന്ന് പറയുന്നത്. അതായത് കേജ്രിവാളിൻ്റെ കേസൊന്നും ഇപ്പം തീരാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും തീരാൻ പോവുകയാണ്. അതാണ് നമുക്ക് ഈ കേസുകളായിട്ട് ബന്ധപ്പെട്ട അയാളുടെ ഭയവും ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കും. കാരണം നേതാക്കൾ തന്നെ തകർന്നു പോയി. ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.